An action that protects its strengths, protects its future. ഒരു വിദ്യാർത്ഥിയുടെ മുറിയിലേക്ക് നോക്കൂ. ചുവരിൽ ഒട്ടിച്ച ടൈം ടേബിൾ, മേശപ്പുറത്ത് തുറന്നു കിടക്കുന്ന പുസ്തകക്കെട്ടുകൾ, ഉറക്കമില്ലാത്തതിൻ്റെ അടയാളമായി കാണുന്ന കണ്ണുകൾ. ഇതെല്ലാം എന്തിന്? സ്വപ്നത്തിന് വേണ്ടി, ഡോക്ടർ എന്ന പദവിക്ക് വേണ്ടി. പക്ഷെ ഇന്ന് ആ സ്വപ്നത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഡൽഹിയിലെ തെരുവുകളിൽ ശബ്ദങ്ങൾ ഉയരുന്നു. ആ ശബ്ദം കോപത്തിൻ്റെതല്ല, ആശങ്കയുടേതാണ്. ആ ശബ്ദം വെറുപ്പിൻ്റെതല്ല, വിശ്വാസം നിലനിർത്തണമെന്ന ആഗ്രഹത്തിൻ്റെതാണ്. ഒരു വിദ്യാർത്ഥി പറയുന്നത് കേൾക്കൂ. ഞാൻ ഒരുപാട് രാത്രികൾ ഉറക്കമില്ലാതെ പഠിച്ചു. എൻ്റെ അധ്വാനമാണ് എൻ്റെ ഭാവി തീരുമാനിക്കുന്നത്. ഇത് ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ മുഴങ്ങുന്ന വാക്കാണ്. കാരണം വിദ്യാഭ്യാസം എന്നത് വെറും മാർക്കല്ല, അത് വിശ്വാസമാണ്. പരീക്ഷ എന്നത് വെറും ചോദ്യപേപ്പറുകളല്ല, അത് നീതിയുടെ പരീക്ഷണമാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ പദവി ലഭിക്കണം, ഒരേ പരിഗണന ലഭിക്കണം. ഇവിടെ ഓരോ വിദ്യാർത്ഥിയും തനിക്ക് പരിഗണന ലഭിക്കണം എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്നില്ല. അവർക്ക് ഭാഗ്യം വേണം, മാർക്ക് വേണം എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്നില്ല. അവിടെ അധ്വാനത്തിന് നീതി ലഭിക്കണം എന്ന് പറഞ്ഞാണ് ഓരോ വിദ്യാർത്ഥികളും ഇവിടെ പ്രതിഷേധിക്കുന്നത്. സോ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണം. ഇന്ന് അവരുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കുകയാണെങ്കിൽ അത് അവരെ മാത്രം സംരക്ഷിക്കുകയല്ല, ആ രാജ്യത്തിനെ നാളെ സംരക്ഷിക്കുന്നതാണ്. അവസാനമായി, ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് സ്വർണമല്ല, എണ്ണയല്ല, അല്ലാതെ അതുപോലെ തന്നെ കെട്ടിടങ്ങളല്ല, സ്വപ്നം കാണാൻ ധൈര്യമുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ആ സ്വപ്നങ്ങൾക്ക് നീതി ലഭിക്കട്ടെ, ആ സ്വപ്നങ്ങൾക്ക് വിശ്വാസം ലഭിക്കട്ടെ. കാരണം ഒരു വിദ്യാർത്ഥിയുടെ വിശ്വാസമാണ്, ഒരു വിദ്യാർത്ഥിയാണ് ഇന്നത്തെ ഓരോ വിദ്യാർത്ഥികളുമാണ് നാളത്തെ നമ്മുടെ പ്രതീക്ഷ. സോ അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട പിന്നെ എന്തിരിക്കുന്നു? ഒരു രാജ്യത്ത് എത്ര കെട്ടിടങ്ങളുണ്ട്, എത്ര പദവിയുണ്ട്, എത്ര വലിയ ഫെസിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വിദ്യാഭ്യാസത്തിൽ ഒരു വിശ്വാസം ആ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ആ രാജ്യത്തിൽ ഒരു പദവിയുമില്ല. സോ വിദ്യാർത്ഥികളുടെ അധ്വാനത്തിന് നീതി ലഭിക്കട്ടെ.